എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രഭാതത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. പിന്നെ ഞാൻ ഇന്നലെ ഇഡ്ഡലിക്ക് വേണ്ടി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിനു മുൻപ് 2-3 പ്രാവശ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ സലു കിച്ചൻ ഇഡ്ഡലി റെസിപ്പി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തടവിയ ശേഷമാണ് മാവത ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചിട്ട് നമുക്കിനിയിപ്പം ഞാൻ ഇപ്പം വലിയ തട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ഇഡ്ഡലി എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ വലിയൊരു തട്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പം ഒരു 10 മിനിറ്റ് സ്റ്റീം വന്ന ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്യും. ഇഡ്ഡലിയൊക്കെ നല്ല അസലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒന്ന് തണുത്ത ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകി വരും. കണ്ടോ, ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞില്ല, ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയത്. ഇതും നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടല്ലേ? ഇന്നത്തെ ഡേയ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സലു? മദേഴ്സ് ഡേ. എന്താണ് ഉമ്മാക്ക് സ്പെഷ്യൽ? മദേഴ്സ് ഡേ മദറിന്റെ സ്പെഷ്യൽ ആയിട്ടുണ്ട് അല്ലേ? അതെ, മദേഴ്സ് ഡേ എന്നും ആണ്. ബട്ട് ദെൻ ഇന്നൊരു ദിവസം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഉമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി തന്നത്. ഞാനൊരു സജഷൻ പറയട്ടെ. ഉമ്മായ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു സർപ്രൈസ് എന്തെങ്കിലും ഉമ്മായ ഇന്ന് കിച്ചണിൽ കയറ്റാതിരിക്കാൻ വല്ല വകുപ്പുണ്ടോ? പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഉമ്മ ഒന്ന് പുറത്തോട്ട് അങ്ങനെയല്ല, അവര് പറഞ്ഞേട്ടാ മദേഴ്സ് ഡേ ഓക്കെ ഇൻസാറിക്ക് പറഞ്ഞ് കിച്ചണിൽ കയറ്റാതെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അവര് ഏക്കും കേട്ടാ. പക്ഷേ ഇല്ല ഇന്ന് ഞാനുണ്ട് ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ. ഇവരെന്ത് ചെയ്യും നോക്കട്ടെ. സനക്കുട്ടി മദേഴ്സ് ഡേക്ക് എന്താണ് ചെയ്യണത്? ചക്കരു ഉറക്കം വരുന്നു. മക്കൾ എന്താ ചെയ്യണത് മദേഴ്സ് ഡേക്ക്? അറിയാവോ ഇങ്ങനെ ഒരു ഡേ ഉണ്ടെന്ന്? എന്നാ കഴിക്കാതെ കഴിച്ചിട്ട് നമുക്ക് അല്ല നമ്മുടെ കൊച്ചുമോൻ മദേഴ്സ് ഡേക്ക് എന്താ ചക്കരെ എന്താ എന്നും മദേഴ്സ് ഡേ തന്നെ, അത് പ്രത്യേകമൊന്നുമില്ല. പിന്നെ ഇത് മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ എന്തെങ്കിലും നോക്കാം. കഴിഞ്ഞില്ലേ, സമയമില്ല, ഉമ്മ എത്തും. ഞാൻ പറഞ്ഞാണ് ഇത് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ മതിയെന്ന്. ഏതില്ല മെയിൻ സംഘാടക നിസ്സാനാണ്. ഇതൊരു ആഴ്ചയ്ക്ക് എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. മദേഴ്സ് ഡേ അല്ലേ, നിനക്ക് മദറിന്റെ സീക്രട്ട് ലവ് ലാംഗ്വേജ്, മദർ ലവ് ലാംഗ്വേജ് ഫീൽ ചെയ്ത ഒരു മൊമെന്റ്? അങ്ങനെ ചോദിക്കാൻ ഞാൻ ഇത് പറയാം. എന്റെ 10th ബോർഡ് എക്സാമിന്റെ സമയത്ത്, അപ്പം ആ രാത്രിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാ എനിക്ക് പനിയായിരുന്നു, ഉമ്മാക്ക് അതിന്റെ പനിയായിരുന്നു. എനിക്കറിയാം. എന്നിട്ട് എനിക്ക് അടുത്ത ദിവസം എക്സാം ഉണ്ട്, ബോർഡ് എക്സാം. അപ്പൊ ആ ഒരു സമയത്ത് ആ രാത്രി എനിക്ക് ഉറക്കവും വരുന്നു, എനിക്ക് ആ പനിയുടെ ഇതിൽ ഇരിക്കായിരുന്നു. അപ്പോഴും ഉമ്മ കിച്ചണിൽ കയറി ഉമ്മ ഒരു അടിപൊളി ടീ ഉണ്ടാക്കിയായിരുന്നു. ആ ടീ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹെർബൽ ടീ ആയിരുന്നു. അത് കുടിച്ച് പക്ഷെ എക്സാം നന്നായിട്ട് എഴുതിയും ചെയ്ത അൽഹംദുലില്ലാ. ഇവിടത്തെ ഉമ്മയായിട്ട് എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഒന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന മുന്നേ ഉമ്മ എനിക്ക് എല്ലാം ടെലിപ്പത്തിയാ. നീ എന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതറിയോ അവർക്ക് അന്നൊരു നോമ്പ് സമയത്ത് ദഹിയോടെ ഉണ്ടാക്കി ഞാൻ കുറെ കഴിച്ച് ലാസ്റ്റ് വീക്സായി ഉമ്മാക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മാക്ക് ഉമ്മ ഇടുന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മാക്കറിയാം എനിക്കിത് ഇഷ്ടമുള്ള. അപ്പൊ ഉടമ പറയാം എനിക്കിതൊന്നും ഇഷ്ടമല്ല, നീ എടുത്തോ. അതെല്ലാ ഉമ്മമാരും അങ്ങനെ ഒരു സ്നേഹം കാണിക്കും. ആ ഒരു മദേഴ്സ് ലവ് ലാംഗ്വേജ് എന്ന് പറയില്ല, അങ്ങനെയാണോ? നമുക്ക് വ്യൂവേഴ്സിന് അടുത്ത് ചോദിക്കാം ആ ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരിൽ നിന്ന് ഫീൽ ചെയ്ത ആ ഒരു ലവ് ലാംഗ്വേജ് എന്താണ്? അതായത് അവർ പറയാതെ പ്രകടിപ്പിച്ച ആ സ്നേഹം നമ്മളിത് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. ഉണ്ടാക്കാം, ഇവിടെ ഫാനും ഇല്ല, നല്ല ചൂടായിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് കുക്കറിയിലേക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്നുള്ളത്. ചിക്കനെ ബോയിൽ ചെയ്യുക. യെസ്, അതിന് നമുക്ക് എന്താണ് അപ്പൊ നമ്മളിവിടെ 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കാം. ഇതിൽ എന്ത് ആഡ് ചെയ്യണം നോക്കട്ടെ. ടെസ്റ്റ്. എത്ര ആഡ് ചെയ്യും? ഒരു സ്പൂൺ. ഓക്കെ, സോൾട്ടും പെപ്പറും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു മെയിൻ സാധനം കൂടെ ചേർക്കണം, ഇല്ലെങ്കിൽ അവിടെ അടി പിടിച്ചിരിക്കും. അപ്പം പെപ്പർ വെള്ളം എവിടെ
പക്ഷെ കുറച്ച് വെള്ളം ഒഴിക്കാവൂലേ? കൂടിപ്പോയി കഴിഞ്ഞാൽ സൂപ്പാവും. ഇത് ഫുള്ള് ഒഴിക്കട്ടോ? വേണ്ട വേണ്ട. കുറച്ച് ഒഴിച്ചാൽ അതായത് നമ്മൾ ചിക്കൻ വെച്ചിരിക്കുന്ന ആ ലെവലിൽ കുറച്ച്. കാര്യം ഏതായാലും ഇത് വേവുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വരും. മതി മതി. മതി. അത് വേണം. അപ്പൊ ഇനി അടച്ചു വെച്ചോ. ഇനി അടച്ചിട്ട് എത്ര വിസിൽ വരെ വേവിക്കും? എത്ര വിസിലാക്കിയാ പറ ഭാവി പറ. 4 വിസിൽ. ഏറ്റവും വിസില എന്തായാലും. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് 4 വിസിൽ വരെ വേവിക്കാം. ഇതിപ്പോ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. നല്ല ഫോം. നല്ല ജിമ്മിലൊക്കെ പോയ പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നു ഇല്ലേ? ഇതിനും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നതാണ്. എന്തായാലും എല്ലായിടത്തും പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും 1 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുക. എല്ലായിടത്തും വരുന്ന രീതിയിൽ. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഓക്കെ. വെയിറ്റ് ആദ്യം അടച്ചിട്ട് അപ്പൊ നമുക്ക് അടുപ്പിലോട്ടേക്ക് വെക്കാം. വെന്ത് അതിന്റെ സ്റ്റീമൊക്കെ പോയ ശേഷമാണ് കേട്ടോ. ഇത് വെന്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ സ്റ്റീമൊക്കെ പോയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തുറക്കാം. എടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ നോക്ക്. ചിക്കനും വെന്തിട്ടുണ്ട്. ആ ഇതാ പാടുപെട്ട് ഇനി അരിയണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കണ്ട നീ ഇതെല്ലാം ചെറുത് നൈസായിട്ട് അരിയണ ഇത്ര പാടുള്ള ജോലിയെന്ന് അറിയോ? മുളക് എൻ്റെ കൂടെ തന്നെ ഇടുകയാണ്. അപ്പോൾ ഇതാ കാണിച്ചു തരാം. ഇതാ കണ്ട ഇത്ര പാടോട്ട് ഇതേപോലെ ആർക്കെങ്കിലും ചെറുതായിട്ട് അരിയാൻ പറ്റും. എല്ലാവർക്കും പറ്റും. നമ്മുടെ മാഷ് ചെയ്ത പൊട്ടാറ്റോ, നമ്മുടെ ചോപ്പ് ചെയ്ത ചിക്കൻ എല്ലാം കൂടി ഇതിട്ട് മിക്സ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യില്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി വരില്ല. അതുകൊണ്ട് അവന്റെ കയ്യെ നല്ല ഉള്ളു. അതുകൊണ്ടാണ് അവന്റെ കൈപ്പുണ്യം ഉണ്ടോ നോക്കട്ടെ. വേണമെങ്കിൽ കുറച്ച് പെപ്പർ ഇട്ടോ. നമ്മൾ ഇട്ട് വേവിച്ച അന്വേഷണം കുറച്ച് എനിക്ക് കണ്ടിട്ട് ഒരു എരിവ് കുറവ് പോലത്തെ ഒരു തോന്നൽ. മതിയോ? ഉപ്പ് വേണോ? ഉപ്പ് ഒരു പൊടിക്കിട്ടോ. അതെ ഇത് ഇനി ഉരുട്ടാൻ പാകത്തിന് എടുക്കണേ. അയ്യാടാ ഞാൻ ഇപ്പൊ പറയാൻ വന്ന ബാബി ഇത് കണ്ടുപിടിക്കാൻ. റിസാനാണ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് അല്ലേ? പിന്നല്ലാണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ കുക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ എന്താ ഒരു കുഞ്ഞ് സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ സാമ്പിൾ മാത്രമേ കാണുള്ളൂ. ബാക്കി നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അതെ ഏറ്റവും പെർഫെക്ഷൻ ആക്കട്ടെ. എന്നാ ഇതുപോലെ ഒരു ചെറിയ പീസ് മതി. മുന്നേക്കേടാ അതുപോലത്തെ. സോറി എനിക്ക് പുതിയ ഡ്യൂട്ടി ഒന്നും കൊച്ചാണോ കണ്ടുപിടി. ബേബിയുടെ കൈ കൊടുത്താൽ മതി. അതുപോലെയാ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് മൈദാമാവ് എടുക്കാം. എത്ര എടുക്കുന്നു മൈദ? ഒരു 4 സ്പൂൺ. മിക്സ് ചെയ്തോ നമുക്ക്. കട്ട ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മതി മതി മതി. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോ. ഇത് നിർത്തിക്കോ. ഓക്കെ. അപ്പം ഈ ഷീറ്റ് കണ്ട് നിങ്ങൾ സമോസയാണെന്ന് കരുതണ്ട. ഇതൊരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഷീറ്റ് നമുക്ക് എടുക്കാം. അപ്പം ഇത് വർക്ക് ചെയ്യാനുള്ള ബാക്കി ടൂൾസായിട്ട് വന്നിട്ടുണ്ട്. ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിന് അടുത്ത ഭയങ്കര പാടുള്ള പണിയാണ്. ഇതിനെ നമുക്ക് ചെറിയ സ്ട്രിപ്പായിട്ട് മുറിച്ചെടുക്കാം. അത്ര ചെറുതാണോ? ഒരു അത്യാവശ്യം. ഇത് മറ്റേ ഇങ്ങനെ ക്രിസ്മസ് പോലെ വരാൻ അതൊന്നും ഞാൻ പറയില്ല. ഓക്കെ റെഡി വയ്ക്കാതെ ഇത് ബാക്ക് ടു ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കാണിച്ചു തരാം. അത്ര കട്ടി വേണ്ട, കുറച്ചുകൂടെ തിന്നായിക്കോ. ഇങ്ങനെ എളുപ്പമായില്ലേ? അങ്ങനെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? ബുദ്ധിയല്ല സലു. അത്രയും കാട്ടി ഇത് തന്നെ നല്ലത്. എന്താ നോക്ക്. അല്ല കൊച്ചു പിള്ളേർക്ക് വെച്ചാണെങ്കിൽ സിസറാണ് കുറച്ചുകൂടെ സേഫ്. ഇത് വയ്ക്കാം. കണ്ട ഈ ബാക്കി സ്റ്റെപ്പുകൾ ഇനി 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. വെരി സിമ്പിളാണ്. നമ്മുടെ റെസിപ്പി ഇപ്പോൾ തീരും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫാബ്രിക്കാണ് പണി എടുത്തിരിക്കുന്നത്. എന്തോന്നാണ് പറഞ്ഞു ചെയ്യും. ഇതിനകത്തിട്ട് നമ്മൾ കോട്ട് ചെയ്യും. എന്നിട്ട് ഇതിനകത്തിട്ട് റോൾ ചെയ്യണം. ഇതിൻ്റെ അകത്തുള്ളത് കോട്ട് ചെയ്തെടുക്കണം. ഓ അടിപൊളി. ഇത്രയും ഇത് വേണ്ടല്ലോ, കുറച്ച് കുറച്ചിട്ടാ പോലെ. അത് ഞാൻ ഇറങ്ങേണ്ടി വരുമോ? അതെന്തേ? പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റോൾ ചെയ്ത് കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നും പതുക്കെ. ഇപ്പം എണ്ണ എല്ലാം ചൂടായിരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ബിസ്മില്ലാ. ഓരോന്നും പൊട്ടാതെ തമ്മിലൊട്ടാതെ നീക്കി നീക്കി വെച്ചു കൊടുക്കുക.
ഇത് റെഡി ആയില്ലേ? ഇത് റെഡിയൊക്കെ ആയി. നീ കൊച്ചിനെ മാറ്റി നിർത്ത്, എണ്ണയുടെ അടുത്ത് വേണ്ട. ഇത് റെഡിയാകുമ്പോ സാറിന് അറിയിക്കാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് കരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സമോസ ഷീറ്റ് ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ വരെയല്ലോ, അത് മുരിഞ്ഞിരുന്ന സമയം. അതാണ് ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഓരോന്ന് കണ്ട കളർ മാറി തുടങ്ങി. അപ്പൊ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഏതായാലും എല്ലാം കുക്കായി വരും. കണ്ട കളർ മാറിയത് കണ്ടോ? ഇവിടെ ഒരാൾ ഒരേ സ്വരത്തിൽ ചോദിക്കുക, അയ്യോ പാപ്പ, അയ്യോ അയ്യോ. മോളും കുക്ക് ചെയ്യണ്ടേ? മോളെ മോളും കുക്കി വാ. ഇത് വേണ്ട, ഞാൻ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് എണ്ണയിൽ കോരാം. സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ പതുക്കെ വെക്കണം, ഞാൻ പറഞ്ഞ പൊട്ടിപ്പോയില്ല. ഇനി ബാക്കി ഇരിക്കുന്നത് ഇതേപോലെ നമുക്ക് പതുക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. ഇവിടെ ഞാൻ പറയുന്നത് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോ എണ്ണ ഓൾറെഡി ചൂടായതുകൊണ്ട് കരിയാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ സർപ്രൈസ് ഡിഷ് റെഡി ആയിരിക്കുകയാണ്. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യുന്നത്, ഉമ്മയെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നുണ്ട്. ഉമ്മ വിളിച്ചൊക്കെ എത്താറായാണ്. കാര്യം ഇത് തണുത്താലും ശരിയാവില്ല. ഇത് വളരെ ഫ്രഷ് ഔട്ട് ഓഫ് ദി ഓയിൽ എത്താറായെന്നാ പറഞ്ഞു. വാവ്, അടിപൊളി. എന്താണ് സ്പെഷ്യൽ? ഇവിടെയൊക്കെ കറങ്ങി വന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. വെളിയിൽ നിന്ന് വന്നപ്പോഴേ നല്ല ഫ്രൈ ചെയ്തതിന്റെ മണം കേട്ടാ. എന്താണിത്? കഴിച്ചു നോക്കിട്ട് പറ. ഇതന്നെയല്ലേ രണ്ടും തന്നെയല്ലേ മദേഴ്സ് ഡേ സ്പെഷ്യൽ? ഇപ്പം മദർ ഞാൻ മാത്രമല്ല, ഇങ്ങ് വാ മോളെ, പുതിയൊരു മദറും കൂടിയുണ്ട്. അയ്യവ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തന്നെ ഇരുന്ന മോളെ. അത് മദറാണ്. അത് കുഞ്ഞ്, ഇത് കുഞ്ഞ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം മദേഴ്സ് ഡേക്ക്. ശനിക്കുട്ടിക്ക് വേണ്ടി മീൻ കഴിക്കാം കേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. ഉണ്ടാക്കിയ ആൾ ഇവിടെ ഉണ്ട്, കഴിച്ചിട്ട് പറ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആരാണ് ഉണ്ടാക്കിയത്? ആരായിരിക്കും? റിസ്വാൻ ഇത്ര ഇൻട്രസ്റ്റോടെ നിൽക്കുന്ന കാണുമ്പോ മനസ്സിലാവണുണ്ട് റിസ്വാന്റെ കൈ ഇതിൽ ഉണ്ടെന്നുള്ളത്. വേണോ? കറക്റ്റ് കയ്യേ ഉള്ളൂ. അടിപൊളി കേട്ടോ. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ വന്ന് ഇതുപോലെയൊക്കെ ഇവരുണ്ടാക്കി തന്നതൊക്കെ കഴിക്കുമ്പോഴേക്കും എൻ്റെ പഴയ കാലമാണ് ഞാൻ ഓർമ്മ വരുന്നത്. ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതും അവരെ വളർത്തിക്കൊണ്ട് വന്നതും അപ്പോൾ ഉള്ള ഓരോരോ സ്റ്റേജ്. ഇപ്പൊ എന്നെ പോലെ തന്നെ ഇന്ന് ഇതുപോലെ മദേഴ്സ് ഡേ, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഡേ ഒന്നുമില്ല, എങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ദിവസം അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം ആ ഒരു ദിവസം എല്ലാവരും അങ്ങനെ ഒരു ഡേ ഉണ്ടെന്ന് ഓർക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ഇതേ അനുഭവങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ കുഞ്ഞുങ്ങൾ ജനിച്ചത് മുതൽ ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും അത് എൻജോയ് ചെയ്തല്ലേ നമ്മൾ മക്കളെ വളർത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഒരു പ്രത്യേകത തന്നെയാണ് അമ്മമാർ എന്ന് പറയുമ്പോൾ. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അതെ അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നിപ്പോ എനിക്ക് വേണ്ടി ഇതുപോലെ നല്ലൊരു ട്രീറ്റ് വന്നിരിക്കുകയാണ്. കണ്ട, അടുത്ത് ഞാൻ പറയാൻ വരുമ്പോ അവൻ ഞാൻ എവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ലൈറ്റ് ആയിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പോട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ ബൈ.